ആശാനെ 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 ആരാ എവിടെ? ആര്? ഗുസ്തി ബോംബെ കത്ത്. ആശാൻ എവിടെ? ആശാനോ? അവിടെ പറമ്പിൽ എങ്ങാനും കാണും. എവിടെ പറമ്പ്? ആശാനെ ആശാനെ കത്ത്. അമ്മനെ കുട്ടി വേണ്ട വേണ്ട വേണ്ട. ഇല്ലതിന്റെ പുറത്തെ സീലില് ബോംബെ കണ്ടു. ഉടനെ ഞാൻ ഇങ്ങോട്ട് ഓടുകയായിരുന്നു. അദ്ദേഹം തന്നെയാണോ? താരാസിംഗ് ആരാണേ? കൊച്ചുകുട്ടമ്മയുടെ ആളിയാണോ? അങ്ങനെ വിളിക്കുമ്പോ ചൂല് പോയി കൊണ്ട് ഓടി വരെ പോയി പണി നോക്കാൻ പറയടി. ചുമ്മാ വരട്ടേ. വെറും വിരട്ടാണെന്ന് പറയാൻ ഒക്കൂല്ല നേതാവേ. പിന്നെ ഈ മുണ്ടിക്കുട്ടൻ പണ്ട് വടക്കേ ഇന്ത്യയിലൊക്കെ പോയിട്ടുണ്ട്. ദാരാസിംഗും കുട്ടനും കൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ വീട്ടിൽ ഇരിപ്പുണ്ട്. അതൊക്കെ വെറും തട്ടിപ്പാണടേ. ഞാനും പ്രധാനമന്ത്രി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ ഇല്ലേ, അത് വെട്ടി ഒട്ടിക്കുകയാണ്. ഏയ്, എനിക്ക് തോന്നുന്നില്ല ഇത്രയും കാശ് കൊടുത്ത് ദാരാസിംഗിനെ കൊണ്ടുവരുമെന്ന്. എനിക്ക് തോന്നുന്നില്ല. ശരി, താരാസിംഗ് അങ്ങോട്ട് പിടിച്ചു നോക്കുന്നെ. ആര് പിടിക്കും? നിങ്ങൾ പിടിക്കോ? എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സമാനം ഉണ്ടാവില്ലല്ലേ? എന്റെ ദിലീപ് ഫൈൽവാ ഒന്ന് സമാധാനപ്പെട്. ഉടുമ്പുമച്ചമ്പി സകല വിദ്യകളും അഭ്യസിപ്പിക്കാമെന്നുണ്ടെങ്കിൽ താരാസിംഗിന്റെ കൂടെയും പിടിക്കാം. കഴിഞ്ഞ തവണത്തെ പോലെ വല്ല മയക്കുമരുന്ന് പരിപാടിയും? അല്ല, അതും നോക്കാം. ഏതായാലും കയറി അങ്ങ് പിടിക്കുക തന്നെ. അതെ. പിന്നെ താരാസിംഗിനൊരു കുഴപ്പമുണ്ട്. അതെന്തോടെ? എതിരാളി തന്റെ കൈത്തരിപ്പ് തീർക്കാൻ ശക്തനല്ലെന്ന് തോന്നിയാൽ പിന്നെ കണ്ണി കണ്ടവനെ ഒക്കെ വലിച്ചു കീറും. പണ്ട് ഭീമസേനൻ ജരാസന്ധനെ വലിച്ചു കീറിയതുപോലെ ജരാസന്ധനെ ഒരു കാലുകൊണ്ട് ഒരു കാലിൽ ചവിട്ടും, മറ്റേ കാലിൽ പിടിച്ചുകൊണ്ട് പട്ടപട്ടപട്ടപട്ടാന്ന് വലിച്ചു കീറും, വാഴപ്പോള കീറുന്നത് പോലെ. അറിഞ്ഞോ, താരാസിംഗ് വന്ന് അതാ വരമ്പത്തൂടെ പോകുന്നു. അറിഞ്ഞോ ആവോ, ദാരാസിംഗ് വന്നു. എങ്ങനെ ഉണ്ട് പരിശീലനമൊക്കെ? ഒത്തുപിടിച്ചാൽ താരാസിംഗിനെ മലത്താവുന്നതേ ഉള്ളൂ. ഒരു കാര്യം, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഡിപ്പാർട്ട്മെന്റിന് അപമാനം വരുത്തരുത്. എവിടേക്കാ വരണതൊക്കെ? കൊച്ചുകുട്ടമ്പിള ആശാന്റെ വീട്ടിലേക്കാ. താരാസിംഗ് ഫലവാന് തീറ്റ കൊടുക്കാൻ ഒരു നേരത്തേക്കുള്ള ആഹാരം ഇതൊക്കെ. കൊള്ളാം. സിംഗ് സാബ്, സാബ് എങ്ങനെയുണ്ട് മുത്താരം കുന്ന്? बहुत अच्छी जगह है, साफ सुथरी आबोहवा है. ഇത് എത്ര കാലമായിട്ടുള്ള എന്റെ മോഹമാണെന്നറിയോ? സാബ് വരുന്നു എന്ന് പറഞ്ഞപ്പോ ഇവിടുത്തെ തെണ്ടികൾ പറഞ്ഞു ഞാൻ വെടിപൊട്ടിക്കുകയാണ്. ഇപ്പോഴോ കാണട്ടെ. അവർക്കറിയോ ബോംബെയിൽ നമ്മൾ എങ്ങനെ കഴിഞ്ഞവരാണെന്ന്? अच्छा हाँ हाँ, क्यों नहीं.
Anyway, grateful to you, Kutanpally. आपकी बदौलत ऐसी जगह देखने को मिली है. അല്ല സാർ, മലയാളം മുഴുവൻ മറന്നോ? नहीं नहीं, കുട്ടൻപിള്ള അല്ലേ എന്റെ മലയാളം മാസ്റ്റർ. ആ ഇപ്പോ എനിക്ക് ബോംബെയിൽ ധാരാളം മലയാളി ഫ്രണ്ട്സ് ഉണ്ട്. I used to speak Malayalam. താൻ ഹിന്ദി മറന്നോ? ഞാൻ എന്റെ മോളെ പഠിപ്പിക്കുന്ന ഒരേ ഒരു വിഷയം ഹിന്ദിയാണ്. ഞാൻ വന്നില്ലെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് എന്താ എഴുതിയത്? സത്യമാണ് സിംഗ് സാബ്, ഞാൻ പറഞ്ഞില്ലേ, എന്റെ കാല് ഈ പരുവത്തിലാക്കിയവനാണ് ആ ഉടുമ്പ്. അവനാണ് ഇപ്പോ ആ ചെറുക്കന്റെ ഗുരു. കഴിഞ്ഞ ഗുസ്തിയില് അവര് ജിങ്കാനായെ ചതിച്ചു മലത്തി. ഇനി ഒരു പ്രാവശ്യം കൂടെ ആ ചെറുക്കൻ ജയിച്ചാൽ സാബാണ് സത്യം, ഞാൻ ചത്തുകളയും. അതേ ഉള്ളു വഴി. Don't get upset, പിള്ളേ. ശിഷ്യനോ ഗുരു ആർവിന് വന്നിട്ട് എനിക്ക് പേടിയൊന്നുമില്ല, പിന്നെ ആദ്യം കൊണ്ട് പറഞ്ഞു പോയതാ. ഓക്കെ, ഗോ ആൻഡ് സ്ലീപ്. We will see. ഓ, ആ. ആ, അല്ല, രാത്രി എന്തെങ്കിലും ആവശ്യം വന്നാൽ Oh, don't worry, പിള്ളേ. I'll manage. ഓ, ഇത് എന്റെ വീടല്ലേ. ഓ. ആ, പിന്നെ അകത്ത് കിടന്നാ പോരെ, ചുറ്റും ശത്രുക്കളാ. പിള്ളേ, കാൽ പോയപ്പോ പിള്ളേടെ ധൈര്യം പോയോ? ധൈര്യമൊന്നും പോയിട്ടില്ല, അതുകൊണ്ടല്ല. കിടന്നോളൂ. എന്റെ അമ്മണിക്കുട്ടി, ലോകത്താർക്കും നമ്മുടേതുപോലുള്ള ഒരു വിധി ഉണ്ടാകാതിരിക്കട്ടെ. ഗുസ്തി പിടിച്ചാൽ ധാരാസിംഗ് എന്നെ കൊല്ലും, പിടിച്ചില്ലെങ്കിൽ നാട്ടുകാര് തല്ലിക്കൊല്ലും. ഏതായാലും മരണമുറപ്പായിരിക്കും. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ആ ജന്മത്തിലെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരായി നമുക്ക് ജീവിക്കാം. എന്നെ മറന്നേക്കൂ. ഇനിയുള്ള കാലം ധാരാസിംഗിനെ പോലെ ശരീരശേഷിയുള്ള ഒരാളെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കും. യാത്ര ചോദിക്കുന്നു, ഹതഭാഗ്യനായ ദിലീപ് കുമാർ. എന്ത് പറ്റി? എന്താ? ദിലീപേട്ടനെ ഒന്നും ചെയ്യരുത്. ദിലീപേട്ടൻ ജയിച്ചാലേ അച്ഛൻ ഞങ്ങളുടെ കല്യാണം നടത്തി തരത്തുള്ളൂ. കല്യാണം? ആരുടെ കല്യാണം? ഞാനും ദിലീപേട്ടനും ഇഷ്ടപ്പെട്ടു പോയി. അച്ഛൻ പറഞ്ഞു ഗുസ്തി ജയിച്ച കല്യാണം നടത്താമെന്ന്. ചേട്ടൻ തോറ്റ ഞാൻ ചത്തുകളയും, സത്യം. ഓ, तो ये कथा सार है. അപ്പോ ദിലീപേട്ടനെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കണം. മാമൻ തോറ്റു കൊടുത്തല്ലേ ചേട്ടൻ ജയിക്കൂ. തോറ്റ് കൊടുക്കാനോ? നഹി, ഇല്ല. അങ്ങനെയൊന്നും പറയരുത്. നോ, സത്യമുള്ളതാണ് ഗുസ്തി. നോ അഡ്ജസ്റ്റ്മെന്റ്. ഞാൻ ആർക്കും തോറ്റു കൊടുക്കില്ല. ഓക്കെ, നൗ ഗെറ്റ് അപ്പ്. എഴുന്നേൽക്കാൻ. Go to your bed. Go. Keep quiet. Arpo. കേട്ടില്ലേ? I'll call your father. കുട്ടമ്പിള്ളേ. അയ്യോ വേണ്ട, ഞാൻ പോവാം.